بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آله وصحبه وسلم قدق سني والفار أسوسياسن JCC حديث كلاس نمبر 451 عن أبي هريرة رضي الله تعالى عنه قال أبو هريرة رضي الله تعالى عنه പറഞ്ഞു قال رسول الله صلى الله عليه وسلم നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരിക്കുന്നു ജദ്ദിദു ഈമാനക്കും എന്ന് നിങ്ങളുടെ ഈമാനിനെ നിങ്ങൾ പുതുക്കിക്കൊണ്ടേ ഇരിക്കണം എന്ന് പറഞ്ഞു. ഖീല അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കപ്പെട്ടു വകൈഫ നുജദ്ദിദു ഈമാനനാ യാ റസൂലല്ലാഹ്, ഓ അല്ലാഹുവിന്റെ റസൂലെ ഞങ്ങൾ എങ്ങനെയാണ് ഞങ്ങളുടെ ഈമാനിനെ പുതുക്കേണ്ടത് എന്ന് ചോദിച്ചു. ഖാല അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു അക്സിറു മിൻ ഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ്, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ വർദ്ധിപ്പിക്കുക എന്ന് പറഞ്ഞു. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്ക് അർഹൻ ആരുമില്ല എന്ന ഈ അർത്ഥം മനസ്സിലാക്കിയിട്ട് ഇത് ചൊല്ലുമ്പോൾ നമ്മുടെ ഈമാനിന് പ്രകാശം വർദ്ധിക്കും. അത് കാരണം നമുക്ക് തെറ്റുകളിൽ നിന്ന് വിരമിക്കാനും ധാരാളം സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുവാനുമുള്ള തൗഫീഖ് ഉണ്ടാകും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. 70,000 പ്രാവശ്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിയിട്ട് മരിച്ചവർക്ക് ഹദിയ ചെയ്താൽ അവർക്ക് നരകത്തിൽ നിന്ന് മോചനം ലഭിക്കാൻ അത് കാരണമാകുമെന്ന് പല മഹാന്മാരും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അങ്ങനെ ചൊല്ലിയിട്ട് നമ്മൾ ഹദിയ ചെയ്യുക, അതുപോലെ തന്നെ നമുക്ക് വേണ്ടിയും നമ്മൾ ചൊല്ലി വെക്കുക. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. വസല്ലല്ലാഹു അലാ ഖൈരി ഖൽഖിഹി സയ്യിദനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ.